അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, പിന്നെ റവാത്തിബു സുന്നത്തുകൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ വിധി. റവാത്തിബു സുന്നത്തുകൾക്ക് ജമാഅത്ത് സുന്നത്തില്ല. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ പെട്ടത് തന്നെയാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ 10 കഴിയുന്നതിന്റെ മുമ്പ് നിസ്കരിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ കൊണ്ട് നിസ്കരിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. തസ്ബീഹ് നിസ്കാരം വലിയ പ്രാധാന്യമുള്ള നിസ്കാരം. അത് ജമാഅത്ത് സുന്നത്തില്ല. പക്ഷേ നിങ്ങൾ വീട്ടിലുള്ള 2-3 ആളുകൾ കൂടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ അത് നല്ലതാണ്. കാരണം പിഴച്ചു പോകാതെ, നിസ്കാരത്തിൽ മടി വരാതെ, റക്അത്തുകളും മറ്റൊന്നും പിഴക്കാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ്. ജമാഅത്തിന്റെ കൂലിയൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. എന്നതുപോലെ റവാത്തിബിന് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് റവാത്തിബും ആ രൂപത്തിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമ്മളെ തസ്ബീഹ് നിസ്കാരം പോലെ റവാത്തിബുകളൊക്കെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് എന്ന് ആ ചോദ്യത്തിനെ കുറിച്ച് പറയുന്നു. പിന്നെ സമയം വൈകുകയാണ്. ഏതായാലും ചോദ്യം പ്രധാനപ്പെട്ടതായതുകൊണ്ട് പറയണല്ലോ. റവാത്തിബു സുന്നത്തുകൾ നിസ്കാരം ഖളാഉള്ളവർ റവാത്തിബു സുന്നത്തുകൾ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ തറാവീഹിനെ കുറിച്ച് പറഞ്ഞപ്പോ തറാവീഹ് ഫർദ് ഖളാഉള്ളവർ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഫർദ് ഖളാഉ വീട്ടുകയുമില്ല, തറാവീഹ് നിസ്കരിക്കുകയുമില്ല. ആ രൂപത്തിലാണെങ്കിൽ തറാവീഹ് നിസ്കരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ രൂപത്തിൽ തന്നെയാണ് ഇതിനും പറയാനുള്ളത്. ഫർദ് നിസ്കരിച്ച് നമ്മൾ റവാത്തിബ് നിസ്കരിക്കുന്ന സമയത്ത് റവാത്തിബ് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് ഫർദ് ഖളാ വീട്ടണം. എന്നാൽ നമുക്ക് ഫർദ് ഖളാ വീട്ടുകയാണ് വേണ്ടത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏത് സമയം നമുക്ക് ഒഴിവുണ്ടോ അവിടെയൊക്കെ ഫർദ് ഖളാ ഉള്ളവരാണ് ഈ ഖളാ വീട്ടിക്കൊണ്ടിരിക്കണം എന്നാണ് നിയമം. എന്നാൽ റവാത്തിബിന്റെ സമയത്തെങ്കിലും ഫർദ് ഖളാ വീട്ടുമെന്നാണെങ്കിൽ റവാത്തിബ് നിസ്കരിക്കാതെ ഫർദ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ ഒരാള് ഫർദ് നിസ്കരിച്ച് പിന്നെ റവാത്തിബ് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കും, ഫർദ് ഖളാ വീട്ടൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ റവാത്തിബ് നിസ്കരിക്കണം. രണ്ടും കൂടി ഒഴിവാക്കരുത്. റവാത്തിബും മുടക്കുക, ഫർദ് ഖളാ വീട്ടിലും മുടക്കുക. അതുണ്ടാകാൻ പാടില്ല. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റമദാനിലെ 21 തുടങ്ങിയിട്ടുള്ള ഒറ്റയിട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 27 രാവിലെ പ്രാർത്ഥനയിൽ ഇരിക്കുമല്ലോ, അപ്പോൾ തസ്ബീഹ് നിസ്കരിച്ചാൽ ശരിയാകുമോ? കാരണം തറാവീഹിന് ശേഷം വിത്ർ നിസ്കരിക്കുമല്ലോ. വിത്റിന് ശേഷം വേറൊരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമൊന്നുമില്ല. വിത്ർ അവസാനത്തെ നിസ്കാരമാകൽ, അതായത് രാത്രിയിൽ നിസ്കരിക്കുന്ന അവസാനത്തെ നിസ്കാരം വിത്ർ ആകൽ സുന്നത്തേ ഉള്ളൂ. അത് സുന്നത്താണ്. അതിനു വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? വിത്റിന്റെ അവസാനത്തെ ഒരു റക്അത്ത് അത് നമ്മൾ ചിന്തിക്കുക. തസ്ബീഹ് നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു റക്അത്ത് നിസ്കരിക്കുക. അതിന് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ആ സുന്നത്ത് നമുക്ക് കിട്ടി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പള്ളിയിൽ വിത്ർ തറാവീഹും വിത്റും തറാവീഹ് 20 റക്അത്ത്, വിത്ർ 11 റക്അത്ത് 27 രാവിലെ നമ്മൾ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ ആണ് തസ്ബീഹ് നിസ്കരിക്കുക. അപ്പൊ കണ്ടില്ലേ, ആ സുന്നത്തി നമ്മൾ അന്നാണ് മാറ്റി വെക്കും. കാരണം അത് അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകും എന്നുള്ള നിലക്ക്. പിന്നെ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി അങ്ങനെ 11 നിസ്കരിക്കുന്നവരാണെങ്കിലും 3 നിസ്കരിക്കുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ അതിന്റെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നിസ്കരിക്കുക. എന്നിട്ട് എല്ലാ നിസ്കാരവും തസ്ബീഹ് നിസ്കാരവും മറ്റു നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിൽ അവസാനത്തിൽ ആ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഈ സുന്നത്തും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ അതിനും അവിടെ പ്രശ്നം വരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമൊക്കെ നാഫിയായി അള്ളാഹുവിന്റെ അടുത്ത് ഉപകാരമുള്ള ഇൽമാക്കി മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ.